മാങ്ങാ സീസൺ തുടങ്ങിയതിന് ശേഷം വീട്ടിൽ എന്നും മാങ്ങയാ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ശേഖരിക്കലാണ് ഇത് പതിവ്. മാവിലെ ഏറെക്കുറെ അവസാനത്തെ മാങ്ങകളാ. അപ്പൊ ഈ മാങ്ങ വെച്ച് ഒരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ആദ്യമായിട്ട് ട്രൈ ചെയ്തത്. മാങ്ങയും പാലും മിക്സിയിലടിച്ച് ഒരു പ്യൂരി ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രഷ് ക്രീമും അതിനകത്തേക്ക് ഇച്ചിരി മാങ്ങാ പ്യൂരിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു ടേസ്റ്റിന് ഫ്ലേവർ. ബ്രെഡിന്റെ അരിവശം മാത്രം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ട പാടേ ഉള്ളൂ. എളുപ്പം. പിന്നെ മാംഗോ പ്യൂരി ഉണ്ടാക്കുമ്പോൾ മധുരം ആവശ്യത്തിന് ഇടാം. ഇത് അത്യാവശ്യം മധുരമുള്ള മാങ്ങയായോണ്ട് ഒരുപാട് പഞ്ചസാര ഞാൻ ഇട്ടിട്ടില്ല. ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇനി ഇത് ലെയർ ചെയ്തെടുക്കാം. ആദ്യം മാംഗോ പ്യൂരി, പിന്നെ ബ്രെഡ് മാംഗോ പ്യൂരിയിൽ മുക്കി ചെയ്ത് കട്ട് പീസസ്, ഫ്രഷ് ക്രീം ഇതുപോലെ 2 ലെയറായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നോട്ട് ദ പോയിന്റ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ കലാത്മകമായിട്ട് ഇത് ചെയ്യാം. ഞാനിതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്തു വെച്ചതാ. പക്ഷെ ആകെ മൊത്തം അടിപൊളിയായിട്ടുണ്ട്. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ഒരു 10 പ്രാവശ്യമെങ്കിലും ഇത് തുറന്നു നോക്കിയിട്ടുണ്ട് സെറ്റായോ എന്ന് അറിയാനായിട്ട്. ഓവർനൈറ്റ് വെച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ 6 മണിക്കൂറായപ്പോൾ എടുത്തു. അടിപൊളിയായിരുന്നു. ഞാൻ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. കുറച്ചുകൂടെ നേരത്തെ ഉണ്ടാക്കി നോക്കേണ്ടതായിരുന്നു. ഇതിപ്പോ മാങ്ങയും തീർന്നു പോയല്ലോ.